Hi everyone. Next theorem ആണ്. Theorem. Let V be a vector space. Let V be a vector space over the field F. Over the field F. The intersection of any collection of subspaces of V is a subspace of V. അതായത് തിയറം പറയുന്നത് ഇത്രയേ ഉള്ളൂ. വി എന്നതൊരു വെക്റ്റർ സ്പേസ് ആണ്. അപ്പോൾ ആ വെക്റ്റർ സ്പേസിൻ്റെ സബ്സ്പേസുകൾ എടുത്തു. ആ സബ്സ്പേസിൻ്റെ ഇൻ്റർസെക്ഷന് ഓക്കെ, അതായത് ദ ഇൻ്റർസെക്ഷൻ ഓഫ് എനി കളക്ഷൻ ഓഫ് സബ്സ്പേസ്. അപ്പോൾ വീടെ കുറേ സബ്സ്പേസുകൾ എടുത്തിട്ട് അവയുടെ ഇൻ്റർസെക്ഷൻ എന്നതൊരു സബ്സ്പേസ് ആണ് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? വി എന്നതൊരു വെക്റ്റർ സ്പേസ് ആണ്. ആ വെക്റ്റർ സ്പേസിൻ്റെ കുറച്ച് സബ്സ്പേസുകളാണ് WA എന്ന് പറഞ്ഞാൽ. അങ്ങനെയാണെങ്കിൽ ഇവയുടെ ഇൻ്റർസെക്ഷൻ എടുത്തു. അതിനെ ഞാൻ W എന്ന് വിളിച്ചു. എങ്കിൽ W ഈസ് എ സബ്സ്പേസ് ഓഫ് V. ഇൻ്റർസെക്ഷൻ ഓഫ് എനി കളക്ഷൻ ഓഫ് സബ്സ്പേസ് ഓഫ് V ഈസ് എ സബ്സ്പേസ് ഓഫ് V. പ്രൂഫ് നോക്കാം. Let WA be any collection of subspace of V. ഇപ്പോൾ വിയുടെ എല്ലാ സബ്സ്പേസുകളുമാണ് ഏത്? ഈ കളക്ഷൻ WA എന്നത്. ലെറ്റ് W is equal to intersection WA. അപ്പോൾ ഈ സബ്സ്പേസുകളുടെ ഇൻ്റർസെക്ഷനായിട്ട് ആരെടുത്തു? W എന്നെടുത്തു. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് W ഈസ് എ സബ്സ്പേസ് ഓഫ് V. അപ്പോൾ W എന്നത് വിയുടെ സബ്സ്പേസ് ആവണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് വേണ്ടത്. ഒന്നാമത് W എന്നത് നോൺ എംപ്റ്റി ആയിരിക്കണം അല്ലേ. രണ്ടാമത്തെ കാര്യം എന്താ? രണ്ടാമത്തെ പറഞ്ഞാൽ ഡബ്ല്യൂയിൽ നിന്നും രണ്ട് എലമെൻ്റ് എടുക്കുക. സി എന്നത് ഒരു സ്കെലാർ എടുത്താൽ സി ആൽഫ പ്ലസ് ബീറ്റ എന്നത് എവിടെ ഉണ്ടാവണം? ഡബ്ല്യൂയിൽ ഉണ്ടാവണം. അപ്പോൾ ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് പറയാം W എന്നതൊരു സബ്സ്പേസ് ആണെന്ന് പറയാം. അപ്പോൾ ആദ്യം W എന്നത് നോൺ എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാം. എപ്പോഴും നോൺ എംപ്റ്റി ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? 0 W ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പം WAകളെല്ലാം സബ്സ്പേസുകളാണ്. സിൻസ് ഈച്ച് WA ഈസ് എ സബ്സ്പേസ്. അപ്പോൾ WA സബ്സ്പേസ് ആയതുകൊണ്ട് തന്നെ 0 എവിടെ ഉണ്ടാവും? WAയിലുണ്ടാവും. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ 0 എവിടെ ഉണ്ടാവും? ഈ WAയുടെ ഇൻ്റർസെക്ഷനിലും ഉണ്ടാവും. ഓക്കെ, ദാറ്റ് മീൻസ് 0 ബിലോങ്സ് ടു ഇൻ്റർസെക്ഷൻ WA എന്താ? W ആണ്. അതുകൊണ്ട് തന്നെ W ഈസ് നോൺ എംപ്റ്റി. ഓക്കെ, ഇവിടുത്തെ ഒന്നാമത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് W എന്നത് നോൺ എംപ്റ്റി ആണ്. ഇനി രണ്ടാമത്തത് W നിന്നും രണ്ട് എലമെൻ്റ് എടുക്കണം. അപ്പോൾ ലെറ്റ് ആൽഫ ബീറ്റ ബിലോങ്സ് ടു W ആൻഡ് C ബിലോങ്സ് ടു F. ഇനി ആൽഫ എന്നത് Wയിലുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ആൽഫ ബിലോങ്സ് ടു ഇൻ്റർസെക്ഷൻ WA അല്ലേ. അതായത് ആൽഫ എന്നത് ഇൻ്റർസെക്ഷനിലുണ്ട് എന്ന് പറഞ്ഞാൽ എവിടെയുണ്ട്? W എല്ലാ WAയിലും ഉണ്ട്. ഫോർ ഓൾ A അല്ലേ. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ ബീറ്റ എന്നത് Wയിലുണ്ട് എന്ന് പറഞ്ഞാൽ ബീറ്റ ബിലോങ്സ് ടു ഇൻ്റർസെക്ഷൻ WA, which implies beta belongs to WA.
അപ്പോൾ നമുക്ക് ഈ ആൽഫ എന്നത് എവിടെ കിട്ടി? ഇപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ആൽഫ ബിലോങ്സ് ടു ഡബ്ല്യു എ എന്ന് കിട്ടി, ഇവിടെ നമുക്ക് ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു എ എന്ന് കിട്ടി. ഇൻ്റർസെക്ഷനിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സബ്സ്പേസിലും ഉണ്ടായാലല്ലേ ഇൻ്റർസെക്ഷനിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു എ എന്ന് കൊടുത്തത് ഫോർ ഈച്ച് എ. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ കിട്ടിയത്? ആൽഫ ബിലോങ്സ് ടു ഡബ്ല്യു എയും ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു എയും കിട്ടി. അപ്പോൾ സോ ആൽഫ ബിലോങ്സ് ടു ഡബ്ല്യു എ ആൻഡ് ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു എ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? സി ആൽഫ പ്ലസ് ബീറ്റ എന്നത് ഡബ്ല്യുവിലുണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? അതായത് ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എയിലുണ്ട് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആൽഫ ഡബ്ല്യു എയിലുണ്ട്, ബീറ്റ എന്നത് ഡബ്ല്യുവിലുണ്ട്, കൂടാതെ സി എന്നത് എഫിലുണ്ട്. ഇനിയോ ഡബ്ല്യു എ എന്നതൊരു സബ്സ്പേസ് ആണ് താനും. ആൻഡ് ഡബ്ല്യു എ ഇസ് എ സബ്സ്പേസ്. അപ്പോൾ എന്ത് വരും? ഡബ്ല്യു എ എന്നത് സബ്സ്പേസ് ആണ്, അതിൽ 2 എലമെൻറ്റുകളാണ് ആൽഫയും ബീറ്റയും എങ്കിൽ നമുക്ക് പറയാം സി ആൽഫ പ്ലസ് ബീറ്റ എവിടെ ഉണ്ട് എന്ന് പറയാം? ഡബ്ല്യു എയിലുണ്ട് എന്ന് പറയാം. കാരണം ഡബ്ല്യു എ ഒരു സബ്സ്പേസ് ആണ്. അപ്പോൾ സി ആൽഫ പ്ലസ് ബീറ്റ എവിടെ ഉണ്ടാവും? ഡബ്ല്യു എയിലുണ്ടാവും. ദാറ്റ് മീൻസ് സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു എയിലുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ഡബ്ല്യു എയിലും ഉണ്ട്, ഫോർ ഈച്ച് എ ആണ് കേട്ടോ, എല്ലാ ഡബ്ല്യു എയിലുണ്ട്. അതുകൊണ്ട് സി ആൽഫ പ്ലസ് ബീറ്റ എവിടെ ഉണ്ടാവും? ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എയിലും ഉണ്ടാവും. ദാറ്റ് മീൻസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എ എന്താ? ഡബ്ല്യു ആണ്. സോ ആൽഫ നമ്മൾ എവിടെ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്? നമ്മുടെ ബീറ്റ, ആൽഫയും ബീറ്റയും നമ്മൾ ഡബ്ല്യു നിന്നാണ് എടുത്തിട്ടുള്ളത്. സി എന്നത് എഫിൽ നിന്നെടുത്തു. അങ്ങനെ കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സി ആൽഫ പ്ലസ് ബീറ്റ എന്നത് എവിടെ ഉണ്ട് കിട്ടി? ആൽഫയിലുണ്ട് എന്ന് കിട്ടി. So therefore alpha beta belongs to W and C belongs to F implies C alpha plus beta belongs to W. That means W is a subspace of V. W എന്നത് എന്താണ്? ഇൻ്റർസെക്ഷൻ ഡബ്ല്യു എ ആണ്. ദാറ്റ് മീൻസ് ഇൻ്റർസെക്ഷൻ ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു എൻ്റെ സബ്സ്പേസ് എടുത്തിട്ട് അവിടെ ഇൻ്റർസെക്ഷൻ എന്ത് തന്നെയായിരിക്കും? സബ്സ്പേസ് ആയിരിക്കും. ഇപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ ഇങ്ങനെയാണ്, W1 എന്നതും W2 എന്നതും 2 സബ്സ്പേസ് ആണ് വിയുടെ. അങ്ങനെയാണെങ്കിൽ W1 ഇൻ്റർസെക്ഷൻ W2 എന്നത് എന്താണ്? സബ്സ്പേസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അതെങ്ങനെയാണ് ചെയ്യാം? അപ്പം അതിൻ്റെ പ്രൂഫ് നോക്കാം. അതായത് W ഈക്വൽ ടു നമ്മൾ എന്ത് ചൂസ് ചെയ്യും? W1 ഇൻ്റർസെക്ഷൻ W2 ചൂസ് ചെയ്യും. നമുക്ക് W എന്നതൊരു നോൺ എംപ്റ്റി സെറ്റാണെന്ന് കിട്ടണം ആദ്യം. അപ്പം 0 എന്നത് W1ലുണ്ട്, അതേപോലെ തന്നെ 0 എന്നത് എവിടെയുണ്ട്? W2ലുണ്ട്. അതുകൊണ്ട് തന്നെ 0 എവിടെ ഉണ്ടാവും? W1 ഇൻ്റർസെക്ഷൻ W2ലുണ്ടാവും. അതുകൊണ്ട് തന്നെ W1 ഇൻ്റർസെക്ഷൻ W2 എന്ന് പറഞ്ഞാൽ അത് W ആണ് അല്ലേ? അപ്പം 0 ബിലോങ്സ് ടു W എന്ന് കിട്ടി. ദാറ്റ് മീൻസ് W ഈസ് നോൺ എംപ്റ്റി. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷന് 2 എലമെൻറ്റ് W എന്ന് എടുക്കണം. ആൽഫ ബീറ്റ ബിലോങ്സ് W ആൻഡ് സി ബിലോങ്സ് ടു എഫ്. ആൽഫ എന്നത് ഡബ്ല്യുവിലുണ്ട് എന്ന് പറഞ്ഞാൽ ആൽഫ എവിടെയുണ്ട്? ആൽഫ ബിലോങ്സ് ടു W1 ഇൻ്റർസെക്ഷൻ W2. ദാറ്റ് മീൻസ് ആൽഫ ബിലോങ്സ് ടു W1 ആൻഡ് ആൽഫ ബിലോങ്സ് ടു W2. ഓക്കെ, ഇനി ബീറ്റ ബിലോങ്സ് ടു W എന്ന് പറഞ്ഞാലോ? ബീറ്റ ബിലോങ്സ് ടു W ഇംപ്ലൈസ് ബീറ്റ ബിലോങ്സ് ടു W1 ഇൻ്റർസെക്ഷൻ W2. ദാറ്റ് മീൻസ് ബീറ്റ ബിലോങ്സ് ടു W1 ആൻഡ് ബീറ്റ ബിലോങ്സ് ടു W2. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആൽഫ എന്നത് W1ലുണ്ട്, ആൽഫ എന്നത് W2ലുണ്ട്. ഞാൻ W1 മാത്രം എടുത്തു, ഇവിടെ ബീറ്റ ബിലോങ്സ് ടു W1 എടുത്തു. അപ്പോൾ ആൽഫ ബീറ്റ ബിലോങ്സ് ടു W1 ആൻഡ് സി ബിലോങ്സ് ടു എഫ് എന്ന് കിട്ടി. കൂടാതെ W1 എന്നതൊരു സബ്സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ സി ആൽഫ പ്ലസ് ബീറ്റ എവിടെ ഉണ്ടാവും? W1ലുണ്ടാവും. സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു W1 ഇസ് നമ്പർ 1. ഓക്കെ, ഇനി നമ്മൾ ഇപ്പുറത്ത് ആൽഫ ബിലോങ്സ് ടു W2 ഉണ്ട്, അതേപോലെ തന്നെ ബീറ്റ ബിലോങ്സ് ടു W2 ഉണ്ട്. സിമിലർ കേസ് തന്നെ. അപ്പോൾ ആൽഫ ബിലോങ്സ് ടു W2 ആൻഡ് ബീറ്റ ബിലോങ്സ് ടു W2. മാത്രമല്ല സി എന്നത് എഫിലുണ്ട് ആൻഡ് W2 എന്നതൊരു സബ്സ്പേസ് ആണ്. അതുകൊണ്ട് തന്നെ സി ആൽഫ പ്ലസ് ബീറ്റ എവിടെ ഉണ്ടാവും? സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു W2. ദിസ് ഈസ് നമ്പർ 2. 1 എന്താ നോക്കൂ?
1 C alpha plus beta belongs to W1. 2 എന്താ C alpha plus beta belongs to W2. Therefore, from 1 and 2, C alpha plus beta belongs to W1 and C alpha plus beta belongs to W2. Therefore, C alpha plus beta belongs to W1 intersection W2. W1 intersection W2 എന്താ W. That means ആൽഫ ബീറ്റ എവിടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് ഡബ്ല്യു എന്നാണ് എടുത്തിട്ടുള്ളത്. സി എന്നത് എഫിൽ നിന്നും എടുത്തു. നമുക്ക് എന്ത് കിട്ടി? സി ആൽഫ പ്ലസ് ബീറ്റ എന്നത് ഡബ്ല്യൂയിലുണ്ട് അത് കിട്ടി. വിച്ച് ഇംപ്ലൈസ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് വി. ഡബ്ല്യു എന്നത് സബ്സ്പേസ് ഓഫ് വി എന്ന് പറഞ്ഞാൽ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ ആക്ച്വലി W1 ഇൻ്റർസെക്ഷൻ W2. W1 ഇൻ്റർസെക്ഷൻ W2 ഈസ് എ സബ്സ്പേസ് ഓഫ് വി. അതായത് W1 എന്നതൊരു സബ്സ്പേസ് ആണ്, W2 എന്നത് മറ്റൊരു സബ്സ്പേസ് ആണ്. അപ്പോൾ അവയുടെ ഇൻ്റർസെക്ഷൻ എന്നതൊരു സബ്സ്പേസ് ആവും. ഓക്കെ, താങ്ക് യു.